പിന്നെയും ഞാൻ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ക്രിസ്മസിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണമെല്ലാം തീർത്ത് നെക്സ്റ്റ് ന്യൂ ഇയർ എത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ന്യൂ ഇയർ സെലിബ്രേഷനാണ് ഇന്ന് ഞാൻ കണ്ടത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ന്യൂ ഇയർ, ഇങ്ങനെയായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ന്യൂ ഇയർ ആഘോഷിച്ചില്ല. ഒരു കേക്കെല്ലാം മുറിച്ചിട്ടുണ്ടായില്ല. അത് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് നമുക്ക് കിട്ടിയൊരു സെലിബ്രേഷനാണ്. നമ്മൾ അടിച്ച് തിമിർത്തുണ്ട് നമ്മളത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീണെന്ന് പറഞ്ഞാൽ ഒന്നൊന്നൊരു വീഴ്ച വീണാലും എനിക്ക് ചെറിയ ചെറിയ പരിക്കുകളെല്ലാം ഉണ്ട്. എന്നാലും ഞാനത് സഹിച്ചിരിക്കുന്നു. വീണാലും ഞാൻ വിചാരിച്ചു ന്യൂ ഇയർ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ വേദനകളൊക്കെ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്ക് തിരിച്ച് വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ എയർ സ്പേസിലൊരു പാർട്ടി ആയിരുന്നു. എന്തൊക്കെ ഞാൻ മണ്ടത്തരം വിളിച്ച് പറഞ്ഞിട്ട് ക്ഷമിച്ചേക്കെ. അപ്പോൾ അവിടെയായിരുന്നു ഈ പരിപാടി ഉണ്ടായത്. ഒരു 10,000-12,000 പേരുള്ളൊരു പരിപാടിയായിരുന്നു ഇത്. ഈ കളിക്കണ ആളില്ല, DJ ആളെന്തോ ഇവിടുത്തെ ഫേമസ് ആയ ഒരാളായിരുന്നു. ആളുടെ പാട്ട് അടിപൊളിയാണ്, എല്ലാ പാട്ടും ഉണ്ട്. പക്ഷെ ഒരു മലയാളം മാത്രം ഇട്ടില്ല. മലയാളം ഉണ്ട് എന്ന് പറയുന്നത്, പക്ഷെ മലയാളം മാത്രം ഇട്ടില്ല. പിന്നെ ഞങ്ങൾ ഫുൾ കളിയും തിമിർക്കലും ഒക്കെ ആയിരുന്നു. ഒരു മാക്സിമം ഒരു 6 മണിക്കൂർ ഞങ്ങൾ കളിച്ചിട്ടുണ്ടാവും. ഈവനിങ് ഒരു 6 o'clock തുടങ്ങിയിട്ട് നൈറ്റ് 12 മണി വരെയാണ് നമ്മൾ ഈ പരിപാടി ഉണ്ടാകുന്നത്. 12 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയി കളിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. തിരിച്ച് വരാനുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോഴേക്കും എല്ലാം എനർജി എല്ലാം പോയി ആകെ സീനായി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.